ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാൻ തെളിവുകളും നിയമവും കോടതിയും ഒന്നും വേണ്ട. എന്റെ കുഞ്ഞിനെ എനിക്കറിയാം. കുഞ്ഞുമണിയാ എന്റെ കുഞ്ഞ്. അവളെ ഉപേക്ഷിക്കാൻ എന്നോട് പറയരുതെന്ന് അഭിലേട്ട. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ ആരുടെ കാല് വേണേലും പിടിക്കും. എന്റെ കുഞ്ഞിനെ എനിക്ക് കുഞ്ഞിനെ താമസിച്ചമ്മേ. ഇവളെ ആരും ഒന്നിനും നിർബന്ധിക്കണ്ട. എന്റെ സീത ആരും ഒന്നിനും നിർബന്ധിക്കണ്ട. ഒരു ദിവസം ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇതാണ് നിന്റെ മോളെന്ന് പറയുക, വേറൊരു ദിവസം വന്നിട്ട് അതല്ല ഇതാണ് നിന്റെ കുഞ്ഞെന്ന് പറയുക. ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റില്ല. അപ്പച്ചിയമ്മ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു മോളെ. സീതേ, നിന്റെ മകനെ നിനക്ക് വേണ്ടാന്നുള്ളത് അവസാനത്തെ വാക്കാണോ? നകുല വിഷമിക്കണ്ട, എന്റെ മോനെ എനിക്ക് വേണം. പച്ച തെറി വിളിക്കും ഞാൻ. പെറ്റ തള്ളക്ക് വേണ്ടെങ്കിൽ ഇനി കുഞ്ഞിന് ആർക്കും വേണ്ട. അതിനെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. എന്റെ ബാലേട്ടന്റെ കുഞ്ഞിനെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നിന്നെ അനുവദിക്കത്തില്ലടാ നകുല. എന്നാ വാടാ, എന്നെ തടയേ. വഴക്കുണ്ടാക്കണ്ടാരും. നകുല, നിന്നോട് ഏറ്റുമുട്ടാൻ ശക്തനല്ല ഞാൻ. പക്ഷെ ഒരച്ഛന്റെ നിസ്സഹായാവസ്ഥയല്ല ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ മോനെ കണ്ടെടുത്തുകൊണ്ടുവന്ന നിന്നോട് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. എന്റെ കുഞ്ഞിനെ എനിക്ക് താ നകുല. ബാലേട്ടാന്ന് ഞാൻ നിങ്ങളെ വിളിച്ചോണ്ടിരുന്നതേ തികഞ്ഞ ആത്മാർത്ഥതയോടെ തന്നെയായിരുന്നു. ഇനി എന്നിൽ നിന്ന് ആ ഔദാര്യം പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്റെ ജീവൻ പണയം വെച്ച ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത്. അവന് വേണ്ടി നാടുകൾ തോറും ഞാൻ അലഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാലോ. ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യമാണ്. എങ്കിലും ഈ കാര്യത്തിൽ ഞാൻ ഉളുപ്പില്ലാത്തവൻ തന്നെയാ. ഞാൻ മോഹിച്ച പെണ്ണാ സീത. ഇവൾക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കാൻ ഞാൻ മഹാനൊന്നുമല്ല. എന്റെ മോഹമാണ് അവളോടൊപ്പമുള്ള എന്റെ ജീവിതം. അതെനിക്ക് വേണം. ആരുമില്ലാതായപ്പോഴും നിന്നോടൊപ്പം നിന്നവനാ ഞാൻ. ഇനി തോറ്റ് പിന്മാറില്ല. നിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ തുടങ്ങിയ യാത്രയാണ് ഈ കുഞ്ഞുമായി എന്നെ ഇവിടെ എത്തിച്ചത്. ഇനി അലച്ചിൽ അവസാനിപ്പിക്കണം. അവസാനിപ്പിക്കാൻ എനിക്കറിയാം. നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. പാടി ഇവിടെ നീ അവിടെ പിടിച്ച് കാലക്കയറ്റ്. കൊച്ചിനെ ഞാൻ എടുത്തോളാം. നൊന്തു പെറ്റ മകനെ നിനക്ക് വേണ്ടല്ലേ? കുഞ്ഞുമണിയുടെ പേരിൽ ഒരുപാട് സ്വത്തുള്ളത് കൊണ്ടായിരിക്കും നിനക്ക് കൈവിടാൻ മടി. പണം കിട്ടുന്നായപ്പോ സ്വന്തം ചോരയെ മറന്ന നീ ഒരു അമ്മയാണോടി? എനിക്കിങ്ങനെ ഒരു സന്തതി പിറന്നല്ലോ ദൈവമേ. ഇനി ഒരു ബന്ധവും നമ്മൾ തമ്മിലില്ല. എനിക്കിനി ജീവിക്കാൻ വേണ്ട. ശകുന്തളെ, ആ വനിനെ പിടിച്ച് നിർത്തടി. അവള് വല്ല അബദ്ധവും കാണിക്കടി. വാടി കൊച്ചേ. നിന്നെ ഉപേക്ഷിച്ചു പോയതേ നിന്റെ തള്ളയാ. നീ നിന്റെ മോനെ ഉപേക്ഷിച്ചതിന് നിനക്ക് ദൈവം തന്ന ശിക്ഷ. ആരൊക്കെ ഉപേക്ഷിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്ക് എന്റെ മോളെ മാത്രം മതി. മക്കളെ, നിന്റെ ജന്മം ഇങ്ങനെ ആയി പോയല്ലോ. തന്തയ്ക്കും തള്ളയ്ക്കും സ്വന്തമാക്കാൻ വയ്യാതെ നടുവഴിയിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ. ഈശ്വരന്മാരെ, ശാരദേ, അച്യുതാ, ഒരു വഴി കാണിച്ചതാ. ഈ കാലത്തിനിടെ എന്തൊക്കെ കാണേണ്ടി വന്നു. എനിക്ക് വയ്യ.
ഇനി എനിക്കൊന്നും കാണണ്ട എന്റെ പരുത്തികാവിലമ്മേ. മോനെ നകുല, നമ്മൾ പരസ്പരം മഴക്കടിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ. ഇത് ബാലന്റെ കുഞ്ഞു തന്നെയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതറിയാത്ത ഒരാളെ ഇവിടെ ഉള്ളൂ, അതിന്റെ അമ്മ എന്ന് കരുതി അവന്റെ പിതൃത്വം നിഷേധിക്കരുന്നില്ല. അവനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. സീതയല്ലാതെ ആരെങ്കിലും അവനെ തൊട്ടാ ആ കൈ ഞാൻ വെട്ടും. ഈശ്വര, മുതിർന്നവരുടെ വാശിക്ക് മുമ്പിൽ മണ്ണ് തിന്നേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ. നമുക്ക് മക്കളില്ലാത്തത് എത്ര നന്നായി സുഖത്തിൽ. ഞാൻ പോയി അപ്പച്ചമ്മയൊന്ന് ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്ത കൈവെട്ടുന്നല്ലേ നീ പറഞ്ഞത്? ഞാനിവനെ എടുക്കാൻ പോവാ. കയ്യോ കാലോ തലയോ എന്താന്ന് വെച്ചാ നീ വെട്ടടാ. എവിടെയാടാ നീ തട്ടിക്കൊണ്ടുവന്ന കുട്ടി? പിടി സാറേ, ഞാനെല്ലാം പറയാം. പറയിപ്പിക്കാൻ എനിക്കറിയാം. അതിനുമുമ്പ് കുട്ടി എവിടാന്ന് പറയടാ. ഞാൻ പറഞ്ഞില്ലേ, നകുലേട്ടൻ എവിടുന്നോ തട്ടിക്കൊണ്ടുവന്ന കുട്ടിയാ, നമ്മളെ കളിപ്പിക്കാനായിട്ട്. വിട് സാറേ. എടി, നീ പ്രസവിച്ച നിന്റെ കുഞ്ഞ് തന്നെ ഇത്. സാറേ, ഗീ വർഗീസ് എന്ന് പറയുന്ന ഒരാള് കുഞ്ഞിനെ അവർക്ക് വിറ്റതാ. അയാളുടെ കയ്യിൽ നിന്ന് ഇതിനെ ഞാൻ മോചിപ്പിച്ചതാ. സീതയുടെയും ബാലേട്ടന്റെ കുഞ്ഞ് തന്നെ ഇത്. സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ, നോക്ക്. സീതാ ബാലേന്ദ്രൻ ആൺകുഞ്ഞ് ജനിച്ചു എന്നുള്ളത് തെളിവാണ് ഈ സർട്ടിഫിക്കറ്റ്. പക്ഷെ അത് ഈ കുഞ്ഞാണെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? സാറേ, എനിക്കൊരു തെളിവിന്റെ ആവശ്യമില്ല സാറേ. ഇവൻ എന്റെ ചോര തന്നെയാ. ബാലേട്ടാ, ഇവനെ നോക്ക് ബാലേട്ടാ. നമ്മുടെ പൊന്നുമോ. അയ്യോ അല്ല, എനിക്ക് പിറന്നത് മോളാ, എന്റെ പൊന്നു മോള്. സീതടുത്തി അല്ല, ഇതാ നിങ്ങളുടെ കുഞ്ഞ്. അയ്യോ അല്ല അല്ല. എന്തുവാടാ ഇത്? ഒരു കുഞ്ഞിനെ വെച്ച് നിങ്ങൾ നാടകം കളിക്കുക? ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നവരെ ഇപ്പൊ സ്റ്റേഷനിലുണ്ട്, ലോക്കപ്പിനുള്ളില്. കുഞ്ഞിനെ അവർക്ക് വിറ്റ ഗീ വർഗീസും പിടിയിലായിട്ടുണ്ട്. ഡാ, നീ വന്നേ. ഇനി നീയും നിന്റെ കൂട്ടുകാരനെ മാത്രമേ അറസ്റ്റിലാവാൻ ബാക്കിയുള്ളൂ. സാറേ, നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തത് ഞാനല്ല, ഇപ്പൊ നിങ്ങളുടെ കസ്റ്റഡിയിലുള്ളവർ തന്നെ. നന്നായിട്ടൊന്ന് പെരുമാറിയാൽ അവര് പറയും സീതയുടെയും ബാലേട്ടന്റെ കുഞ്ഞ് തന്നെ ഇതെന്ന്. ചതി ആസൂത്രണം ചെയ്ത വേറൊരുത്തി ഈ വീട്ടിനകത്തുണ്ട് സാറേ. നീ എന്താടാ എന്നെ പണി പഠിപ്പിക്കാണോ? മതി, പോയി ജീപ്പിൽ കയറി. ഇതെന്നെ ഇടപാടാ സാറേ? ഒരു പൊടിക്കുഞ്ഞിനെ കാട്ടാളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചാണോ ഇവൻ ചെയ്ത തെറ്റ്? ആരും ആരെ രക്ഷിച്ചിട്ടൊന്നുമില്ല. ഏതോ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ടുവന്നല്ലേ നകുലേട്ടൻ ശ്രമിച്ചത്. ഓഹോ, ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നത് പോരാതെ ഒരു പെണ്ണിനെ റാഞ്ചാൻ പ്ലാൻ ഇട്ടു അല്ലടാ? മതി സാറേ, ഇനി കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. ഇവൾക്ക് വേണ്ടി ചെയ്തതാ ഒക്കെ. ഇവള് തന്നെ എന്നെ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് സാറെന്നെ അറസ്റ്റ് ചെയ്തു. ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ പോയി ജീപ്പിൽ കയറി. താനാ കുഞ്ഞിനെ വാങ്ങും. സാർ, കുഞ്ഞിനെ ഇതാ. സാറേ, സാറേ, ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം സാറേ. അതൊന്നും നടക്കില്ല. നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് ഇതൊന്നും തെളിവൊന്നുമില്ലല്ലോ. ഇവരും പറയുന്നത് കുഞ്ഞ് നിങ്ങളുടെ അല്ലാന്നല്ലേ? സാറേ, ഒക്കെ ഓരോ തെറ്റിദ്ധാരണകളുടെ പുറത്താ സാറേ. ഞങ്ങൾ സീതടുത്തിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അതൊക്കെ നിങ്ങളുടെ കാര്യം. എനിക്ക് നിയമം നടപ്പാക്കിയേ പറ്റൂ. കുഞ്ഞാരുടെയാണെന്ന് തെളിയുന്നതുവരെ ഇവൻ ഏതെങ്കിലും ശിശുമന്ദിരത്തിൽ കഴിയും, പോലീസ് സംരക്ഷണയിൽ. വേണ്ട, എന്റെ കുഞ്ഞിനെ അനാഥനല്ല സാറേ, ഞങ്ങൾ നോക്കിക്കോളാം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞിനെ കൊടുക്ക. സാറേ, എനിക്ക് വേണം മോനെ. ബാലേട്ടാ,
ഇവനോട് നിൽക്കട്ടെ സാറേ. ഞങ്ങൾ അപായപ്പെടുത്തുന്നത് പേടിച്ചിട്ടാണെങ്കിൽ ഒരു പോലീസുകാരൻ ഇവിടെ നിർത്തിക്കും. ഞാൻ ആദ്യമായിട്ടാ എന്റെ മോനെ കാണുന്നത്. സോറി, അങ്ങനെയൊന്നും ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. എടുക്ക്. നീ വരട്ടോ സാറേ. സാറേ സാറേ കൊണ്ടുപോലെ സാറേ. എടീ, നീ ഒറ്റ കാരണമാടി എന്റെ ചെറുക്കനകത്തായത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഇറങ്ങി പോടാ അവിടുന്ന്. ഇനി ഇവിടെ നിന്നാലേ താനെ എഴുന്നേ അവിടുന്ന് പോകത്തുള്ളൂ. കാണിച്ചു തരാടാ നിന്നെയൊക്കെ ഞാൻ. വിഷമിക്കാതെ പാലട്ട. എവിടെയോ കിടന്ന് നമ്മുടെ കുഞ്ഞിപ്പോ നമ്മുടെ തൊട്ടരികിലുണ്ട്. അധികം വൈകാതെ നമുക്ക് അവനെ വീണ്ടെടുക്കാൻ പാലട്ട. ഞാനല്ലേ പറയുന്നേ. വിഷമിക്കല്ലേ പാലട്ട. വേണ്ട 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 വേണ്ട. കള്ളനും പോലീസ് ഒന്നും വേണ്ട. എന്നെ കള്ളനാക്കിട്ട് നിങ്ങൾക്കൊക്കെ എന്നെ ഇടിച്ചാനല്ലേ? അത് വേണ്ട. ചേച്ചി പോലീസ് അയക്കോ? അത് വേണ്ട മക്കളെ. എനിക്ക് നിന്റെ ഒക്കെ പിറകെ ഓടാൻ വയ്യ. നമുക്ക് പന്ത് കളിച്ചാ. പന്തളി വേണ്ട ചേച്ചി, എപ്പോഴും പന്ത് കളിച്ചാ ബോറാ. അതെ അതെ, അത് ശരിയാ, അത് ശരിയാ. വേറെ എന്ത് കളിച്ചോടാ? നമുക്ക് സ്ട്രീറ്റ് ലൈനിട്ട് കല്ലെറിഞ്ഞാലോ? ആർക്കാ ഉന്നോന്ന് നോക്കാം. അതുമല്ല എനിക്ക് ഭയങ്കര ഉന്നോ. ചുമ്മാ പുളു അടിക്കാ ചേച്ചി, പെൺപിള്ളാരുടെ ഉന്നൊക്കെ കണക്കാ. എന്നെ വരെ ദേഷ്യം പിടിപ്പിച്ചല്ലേ? എന്റെ ഉന്നം കാണാൻ കാണാ. എങ്കിൽ ചേച്ചി ട്രൈ. ആ ട്യൂബ് ലൈനിട്ട് കൊടുക്ക്, ഒരു ചിമിട്ട മണി. ഒരു കല്ലെടുത്താ കാണിച്ചേരാ. അയ്യോ ചേച്ചി വേണ്ട വേണ്ട, എറിയണ്ട. ആ വാർഡ് മെമ്പർ പിടിക്കാൻ വരും. എന്നാ പിന്നെ അവനെ കാണിച്ചാ അവന്റെ തലമന്നെ കിട്ടിയാനെ ഞാൻ അറിയാം. എടാ, ഈ ചേച്ചി നമ്മളെ ആളെ തന്നെയാ. നമ്മുടെ ആളാണെന്ന് മാത്രമല്ല, നമ്മുടെ ലീഡർ ആക്കാൻ പറ്റിയ കക്ഷിയാ. ചേച്ചി തന്നെ നമ്മുടെ നേതാവ്. നിങ്ങളുടെയൊക്കെ ഇഷ്ടം ഞാനാണ് നേതാവ്. പിന്നെ വാ, നമുക്ക് ഈ വാർഡിലെ സകല ട്യൂബ് ലൈറ്റ് എറിഞ്ഞു പൊട്ടിക്കാം. എന്നാ പിന്നെ നമുക്ക് ആ ലൈറ്റ് എറിഞ്ഞു പൊട്ടിച്ചാലോ? കുട്ടിമണി ഇവരുമായിട്ട് കമ്പനിയായോ? പിള്ളേരെ, നിങ്ങളെന്താ ഇവിടെ? കുട്ടിമണി ഒക്കെ വഷള് പിള്ളേരാ. ഇവരുടെ കൂടെ കൂട്ടുകൂടി അബദ്ധത്തിൽ ചാടണ്ട. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ ചേച്ചി. കൂട്ടുകാര് നീങ്ങി വന്നേ. പോയിട്ടാ അവിടുന്ന്. ഓ പിന്നെ ഇത് പൊതുവഴിയാ ചേച്ചിയല്ലേ. കേട്ടോ കേട്ടോ, അവന്റെ വർത്താനം കേട്ടോ. നീങ്ങി വാ മോളെ. വാ, നടക്ക്. നടക്ക് കുട്ടിമണി, നടക്ക്. കുറച്ച് ത്രില്ലിംഗ് ആയതിന് ചെയ്യാതെ വിചാരിച്ചാ നശിപ്പിച്ചു. ഇവരൊക്കെ നീ എന്ന് തന്നാവാനാ? നമുക്ക് വളരെ പോലീസ് തന്നെ കളിക്കാം. വാ പോവാ. നിക്ക്. ആവശ്യമില്ലാതെ ഇത്തരം കുട്ടികളുമായിട്ട് കമ്പനി കൂടാൻ പോവരുത് കുട്ടിമണി. ഒക്കെ കുരുത്തം കെട്ട പിള്ളേരാ, വേറെ ജാതിക്കാരും. ജാതിയോ? അതെന്നെ ഷാനാ? ഈശ്വരാ, ഈ കുട്ടി സ്വന്തം ജാതി പോലും മറന്നുപോയോ? എന്റെ കുട്ടി, മനുഷ്യർക്കിടയിൽ ജാതി മതം എന്നൊക്കെ പറഞ്ഞ് ചില വേർതിരിവുകളുണ്ട്. നമ്മൾ ഉയർന്ന ജാതിപ്പെട്ടവരാ. മറ്റുള്ളവരോട് നമ്മൾ അങ്ങനെ ഇടപഴകാൻ പാടില്ല. നമുക്കെന്താ 2 തലയുണ്ടോ? ഇല്ലല്ലോ. 4 കൈയുണ്ടോ? ഇല്ലല്ലോ. നമ്മള് വലിയ കുട്ടികളാ, അവര് കുഞ്ഞു കുട്ടികള്. ഇനാണോ ജാതി എന്ന് പറയുന്നേ? വലിയ ജാതിയും ചെറിയ ജാതി ആണോ? ഓ, ഈ കുട്ടിയുടെ ഒരു കാര്യം. ഇരിക്കെ, ഞാനൊക്കെ പറഞ്ഞു തരാം. കേക്ക്, നമ്മള് ഹിന്ദുക്കളാ. ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാ 4 തരമുണ്ട്. ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, വൈശ്യൻ, ശൂദ്രൻ. അതില് ബ്രാഹ്മണരാ നമ്മള്. അല്ല, നമ്മള് ബ്രാഹ്മണരാന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ജാതിയാ നമ്മുടെ ജാതി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എനിക്ക് അച്ഛനും അമ്മയില്ല. അച്ഛനും അമ്മയും ഇല്ലാതെ എങ്ങനെയാ കുട്ടിമണി നീ പറഞ്ഞത്? ഇനി വല്ല ടെസ്റ്റ് ട്യൂബ് ശിശു ആയിരിക്കും അമ്മേ. നീ പൂടി അവിടുന്ന്. വയലൂരെ ഇല്ലത്തെ കുട്ടിയല്ലേ ഇവള്? എന്റെ മോളെ, അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ നിനക്കും ഉണ്ട്. പക്ഷേ നീ അവരെ മറന്നുപോയി. ഇനി ഒക്കെ ഓർത്തെടുക്കണം. അതിനു വേണ്ടിയാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അച്ഛനും അമ്മയും ഞാൻ കണ്ടിട്ടുണ്ടോ? ആശുപത്രി വെച്ച് ഒരുപാട് പേര് കാണാൻ വന്നായിരുന്നു. ഭർത്താവാന്നും പറഞ്ഞൊരാൾ വന്നു. ഒരു ഷായിപ്പ് വന്നു.
പിന്നെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. പക്ഷെ അച്ഛനും അമ്മയും വന്നില്ല. ആ ഒരു കിളവനും കിളവിയും വന്ന് കൊറേ കഥ പറഞ്ഞു. ഇനി അതാണോ എന്റെ അച്ഛനും അമ്മയും? നിന്റെ ആങ്ങളമാര് നിന്നെ കാണാൻ വന്നില്ലേ? ആങ്ങളമാര് ഏടായി ആങ്ങള? രാഹുലൻ എന്റെ ആങ്ങള. എന്നെ ചേച്ചിന്ന് വിളിക്കുന്നത് നീ കേക്കാറില്ലേ? പുറത്ത് ചേച്ചി കണ്ട കുട്ടികളില്ലേ, അവരെന്നെ ചേച്ചിന്നാ വിളിച്ചേ. അവരെന്റെ ആങ്ങളമാരാണോ? അയ്യോ എന്റെ കുട്ടിമണി, അവര് നിന്റെ ആരും അല്ല. നീ ചേട്ടാന്ന് വിളിക്കുന്ന ആൾക്കാരും വന്നില്ലേന്നാ ചോദിച്ചത്. ഞാനാരും ചേട്ടാന്ന് വിളിച്ചിട്ടില്ലല്ലോ. ഉണ്ട് കുട്ടിമണി, നീ മറന്നുപോയതാ. രാധികേ, ഒന്നിഞ്ഞു വന്നേ. ആശുപത്രിയില് ഭർത്താവും കുഞ്ഞും വന്നെന്ന് അവള് പറയുന്നത് കേട്ടില്ലേ? ഇവളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഞാനും ശ്രദ്ധിച്ചമ്മേ, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്റെ അനിയനൊക്കെ ആണെങ്കിലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല രാഹുലിനെ. കള്ളക്കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവനെ കഴിഞ്ഞുള്ളൂ ഈ ലോകത്ത് വേറെ ആളുകൾ. സിനിമ ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കഥ എഴുതാറുണ്ടായിരുന്നല്ലോ, അതുപോലൊരു കഥയാണോ അവൻ നമ്മളോട് പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമ്പൂതിരിക്കുട്ടിയാണെന്ന് പറഞ്ഞത് നേര് തന്നെയാ. എന്തൊരു ശ്രീയാ ആ മുഖത്ത്. ആ തൽക്കാലം നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കാര്യം അവനോട് ചോദിക്കണ്ടേ മോളെ? തൽക്കാലം വേണ്ടമ്മേ, നമുക്ക് ശ്രദ്ധിക്കാം. സംഗതി സത്യമാണോന്ന് അറിഞ്ഞിട്ട് ചോദിക്കാം. ശരി, ആദ്യം രണ്ടാളും വന്ന് ആഹാരം കഴിക്കും. അല്ല ചേച്ചി, ആരാ എന്റെ അച്ഛനമ്മയും? എന്നാല് എന്നെ അന്വേഷിച്ച് എന്റെ അച്ഛനമ്മയും വരാത്തെന്താ? വരും. അമ്മേ, അമ്മേ, അമ്മ കണ്ടില്ലേ ഈ വയലോരം വിട്ടിട്ട് വന്ന ഗതികേട്? അമ്മയുടെ കൊച്ചുമോന ഈ വീടിന്റെ മുറ്റത്ത് ഒരു അഭയാർത്ഥിയെ പോലെ കിടന്നത്. പോലീസുകാർ കൊണ്ടുപോയത് കണ്ടില്ലേ അമ്മേ? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാ. വയ്യാത്ത ശരീരവും തകർന്ന മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകാനും മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾക്കാവും ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അമ്മേ, അച്ഛൻ, ഞാനെന്താ ചെയ്യേണ്ടത്? മക്കളെ വിഷമിക്കാതെ എണീക്ക് മക്കളെ, കാല് വേദനിക്കും. അകത്തേക്ക് വാ. ഇല്ല, ഞാൻ വരില്ല അപ്പച്ചനെ. എന്റെ കാല് തകർന്നൂടെ വീണാലും ഞാൻ ഇവിടുന്ന് അനങ്ങില്ല. വാശി പിടിക്കല്ലേ മക്കളെ. നിനക്ക് നിന്റെ മോനെ തിരിച്ചെടുക്കണ്ടേ? അതിന് ആരോഗ്യം വേണ്ടേ? മനസ്സ് ശാന്തമാക്കി രവിയുമായിട്ടൊന്ന് ആലോചിക്കും ഇനി എന്താ വേണ്ടതെന്ന്. തളർന്നിരുന്നാൽ കൈവിട്ടു പോകും കുഞ്ഞിനെ. എന്റെ മകൻ അപ്പച്ചമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? പണ്ട് കുട്ടിമണി എപ്പോഴും പറയുമായിരുന്നു എനിക്ക് പിറക്കുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന്. കുട്ടാപ്പു എന്നൊരു പേരും കണ്ടുവച്ചിരുന്നവൾ ആ കുട്ടാപ്പുവാ ഇന്ന് വന്നത്. ഞങ്ങൾക്കൊക്കെ അറിയാം മക്കളെ, അവന്റെ അമ്മയ്ക്ക് മാത്രമേ വിശ്വാസക്കേടുള്ളൂ. ആ വിശ്വാസക്കേട അവനെ എന്നിൽ നിന്നും ഈ വീട്ടിൽ നിന്നും അകറ്റിയത്. ഒരു കാലത്തും പൊറുക്കില്ല ഞാൻ. വേണ്ട, പൊറുക്കണ്ട. അറിയാം, തീർത്തും തനിച്ചായി പോയി ഞാനും എന്റെ മോളും ഈ വീട്ടില്.
കുഞ്ഞിനെ കാണിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളത് മാത്രമായിരുന്നു നകുലേട്ടന്റെ ഉദ്ദേശമെന്ന് എന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത്? അതിന് കാരണക്കാരി നീ തന്നെയല്ലേ? സുമംഗലിയായ ഏതെങ്കിലും ഒരു സ്ത്രീ കുഞ്ഞിനെ കൊണ്ടുവന്ന ജീവൻ പോലും കൊടുക്കാമെന്ന് വാക്ക് കൊടുക്കുവോ? ജീവൻ കൊടുക്കാന്നാണ് അപ്പച്ചിയമ്മ പറഞ്ഞത്, ജീവിതം അല്ല. സുമംഗലിയായ ഒരു സ്ത്രീ വാക്ക് കൊടുക്കില്ലായിരിക്കാം, പക്ഷെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മ വാക്ക് കൊടുക്കും. അപ്പച്ചിയമ്മയ്ക്ക് അതറിയാൻ വയ്യാത്തത് അപ്പച്ചിയമ്മ നൊന്തു പെറ്റിട്ടില്ലാത്തത് കൊണ്ട്. നിന്റെ ഈ വർത്താനത്തിന് അടിച്ച് കരണം പോയിക്കാ വേണ്ടത്. പക്ഷെ ഭാര്യ ഒന്ന് തല്ലാൻ പോലും പരാശ്രയം വേണ്ടി വരുന്ന അവസ്ഥയിലാണ് വയലോരം വീട്ടിലെ ബാലേന്ദ്രൻ. എന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കല്ലേ മക്കളെ? അപ്പച്ചി അമ്മയ്ക്ക് സങ്കടമാവും. ഇവിടെ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാരും വെറും പാവങ്ങളാ. പിന്നെന്താ ഇങ്ങനെയൊക്കെ? അപ്പച്ചി അമ്മയ്ക്ക് അറിയില്ല മക്കളെ. പൊറുക്കപ്പച്ചമ്മ, പറയാൻ പാടില്ലാത്തതാ ഞാൻ പറഞ്ഞത്. സാരമില്ല മക്കളെ, മക്കള് പറഞ്ഞതൊക്കെ നേരാ. പെറ്റ വയറിന്റെ സങ്കടം കാണാനുള്ള കണ്ണെനിക്കില്ലാതെ പോയി. എന്നോട് പൊറുക്കപ്പച്ചമ്മ. മോളെ, നീ അവനെ അകത്തേക്ക് കൊണ്ടുപോ. അകത്തേക്ക് വാ ബാലേട്ട. എത്ര നേരമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട്? വാ മക്കളെ. ബാലേട്ട, വാ. എന്തോടെ കാണിക്കുന്നേ? ഞങ്ങള് കള്ളനും പോലീസും കളിച്ചതാ. ഇവൻ കള്ളൻ, ഞങ്ങള് പോലീസ്. ആഹാ, പരസ്പരം അടികൂടിയിട്ടാണോ കളിക്കുന്നേ? ചേട്ടൻ എന്ത് വർത്തമാനീ പറഞ്ഞേ? പോലീസുകാര് പിന്നെ കള്ളനടിക്കൂലേ? എടാ, നല്ല ന്യായമാണല്ലോടാ. ഭാഗ്യം കള്ളനും പോലീസ് മാത്രമല്ലേ ഉള്ളൂ. ഒരു ജഡ്ജിയും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ നീയൊക്കെ കള്ളനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ട് അതും കൂടെ അങ്ങ് ചെയ്തേനല്ലോ. കുട്ടിമണി ചേച്ചി ഞങ്ങളുടെ കൂടെ കളിക്കാൻ വിടുവോ? കുട്ടിമണി ചേച്ചി ഞങ്ങളുടെ കളിക്കാൻ വിടൂല. അതും ശരിയാവില്ല. നീയൊക്കെ ബോംബുകളാ, ബോംബുകൾ. അവളാണെങ്കിൽ ആറ്റം ബോംബും. ആ കമ്പനി അങ്ങ് നിർത്തുന്നതാ നല്ലത്. ആ ശരി ശരി, പോടാ പോടാ, ഉപദ്രവിക്കരുത്. ഹലോ, രാഹുലിനാണോടാ? അതെ, ഇത് ചാരിമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. സർക്കിൾ ഇൻസ്പെക്ടർ മുംതാസ് മാഡം പറഞ്ഞിട്ട് അത്യാവശ്യമായി നീ സർക്കിൾ ഓഫീസ് വരെ ഒന്ന് വരണം. എന്താ സാറേ കാര്യം? കാര്യം അറിഞ്ഞാലേ നീ വരത്തുള്ളൂ. അല്ല സാറേ, ഞാൻ വന്നോളാം. നാളെ രാവിലെ 10 മണിക്ക് സർക്കിൾ ഓഫീസിൽ എത്തിയിരിക്കണം, കേട്ടല്ലോ? ഓ, കേട്ടു. എത്താൻ സാർ. യു ആർ അണ്ടർ അറസ്റ്റ്. നടക്കടാ സ്റ്റേഷനിലേക്ക്. പിടിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. കളിക്കാൻ നടക്കടാ. രാവിലെ വന്ന്. ആ, ഇനി അവനോട് തന്നെ ചോദിച്ചോ നിന്റെ അച്ഛനെയും അമ്മയും കുറിച്ച്. രാവിലെ എന്റെ അച്ഛനും അമ്മയും എവിടെയാ? അത് പിന്നെ കുട്ടിമണിയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയില്ലേ? അയ്യോ, മരിച്ചു പോയോ? ആ, പോയി. അതെ, പണ്ടേ മരിച്ചു പോയോ? ആ, പണ്ടേ മരിച്ചുപോയി. പിന്നെ ഇല്ലത്തെ 2 ആങ്ങളമാരുണ്ട് കുട്ടിമണിക്ക്. എന്നിട്ട് അവരൊന്നും ആശുപത്രി കുട്ടിമണിയെ കാണാൻ വന്നില്ലേ? ഇല്ലാന്ന് തോന്നുന്നു. ഇല്ലില്ല, ഭർത്താവാന്നും പറഞ്ഞ ഒരാൾ വന്നേ. പിന്നെ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നു. അയ്യോ, അത് കള്ളനാ. അവനെ പോലീസ് കൊണ്ടുപോയില്ലേ കുട്ടിമണി? നേര് തന്നെയാണോ ഈ പറയുന്നത്? പിന്നെ നേരെ ചേച്ചി, കുട്ടിമണിയുടെ സ്വത്തുക്കൾ മോഹിച്ചാ അവൻ വേഷം കെട്ടി വന്നതേ. സ്വത്തോ? അതെന്നാ സാധനമാ? സ്വത്തെന്ന് പറഞ്ഞ വയലൂരില്ലാത്ത പണം, കാശ്. കാശ്.
നോക്കിക്കോ, ഒരൊറ്റ കാശ് ഞാൻ കൊടുക്കത്തില്ല. നോക്കിച്ചോ ചേച്ചി, വാ നമുക്ക് പഠിച്ചാം. ഞാൻ എന്നെ ഒപ്പിടുന്ന കാണിച്ചു തരാം. ഒപ്പിടുന്ന വാ വാ, ഞാൻ കാണിച്ചു നോക്കട്ടെ. എനിക്കറിയാന്നേ, വാ കാണിച്ചു തരാം. വാ വാ വാ, ഞാനേ എഴുതിയത് കാണണ്ടേ, വാ. രാവിലെ കാണാം കുട്ടിമണി. ആ രാക്ഷസി നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു എന്ന് തോന്നുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ചിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് സർക്കിൾ ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. ഞാനും വരട്ടെ, എനിക്കും കാണണം പോലീസുകാരെ. ഞാൻ തന്നെ പോകുന്നില്ല, പിന്നല്ലേ നീ? അയ്യോ, അപ്പൊ ചെന്നില്ല അവര് പിടിച്ചിടിച്ചൂലേ? ഏയ്, അവര് വെറുതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതായിരിക്കും. നീ എന്റെ ഒപ്പം ഉണ്ടെന്ന് അറിഞ്ഞു കാണില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ നേരെ ഇങ്ങോട്ട് വന്നേനെ. ഓ, എന്നാ പിന്നെ ധൈര്യമായിട്ട് പോയിട്ട് വന്നേ, ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാ മതി. ഈ പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോ അറിയാതെങ്ങാനും പറഞ്ഞു പോകുന്ന എന്റെ പേടി. പണ്ട് മുതലേ ഉണ്ട് ഈ പേടിയുടെ അസുഖം. ഓ, എന്നാ പിന്നെ പോണ്ട. അല്ല, അവരിങ്ങോട്ടെങ്ങാനും വന്നാലോ? വന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. അതെന്താ? ഓ, എനിക്ക് പോലീസിനെ പേടിയില്ല. അവരോട് ഞാൻ പറയും ഞാനിവിടെ ഇല്ലാന്ന്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധിയെ? കൊള്ളാം, ഉഗ്രം ബുദ്ധി. നിന്നോട് അഭിപ്രായം ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ കുട്ടിമണി. എന്തായാലും ഞാൻ ഉടനെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. അപ്പൊ പിന്നെ അവന്മാരെ എന്നെ എങ്ങനെ കണ്ടുപിടിക്കുന്ന എനിക്കൊന്ന് അറിയണമല്ലോ. ഏതായാലും നീ കടന്നോ, ഞാൻ ലൈറ്റാണ് ചെയ്യാം. ശരി ശരി. ദൈവമേ, എന്നെ രക്ഷിച്ചനെ. എന്റെ രാഹുലിന്റെ അമ്മയെ രക്ഷിച്ചനെ. രാഹുലിന്റെ ചേച്ചിയെ രക്ഷിച്ചനെ. ഓം ചിത്രഗുപ്തായ നമ. ഓം ചിത്രഗുപ്തായ നമ. ഓ ചിത്രഗുപ്തായ നമ. കുട്ടിമണി, നിന്നിതൊക്കെ ആര് പഠിപ്പിച്ചിരി? എന്നാ രാജീ ചേച്ചി എന്നെ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ശരി, കിടന്നോ. ശരി. നമോ ഈശ്വര. അയ്യോ, എന്റെ ഗുരുവേ,
കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ വക്കീലിനോട് പറഞ്ഞു കഴിഞ്ഞു. എന്നോട് ഇനി ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നകുലിനെ എത്രയും വേഗം ജാമ്യത്തിൽ ഇറക്കണം. അതിനെത്ര കാശ് വേണം അത് പറ. കാശിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഞാൻ ആദ്യം കേസിന്റെ കാര്യം പറയാം. ആ, ഒരു പിഞ്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു വന്നു എന്നുള്ള കേസ് ഏത് രീതിയിലും മാറാം. തട്ടിക്കൊണ്ടു വന്നതിന്റെ ഉദ്ദേശം പല രീതിയിലും ആവാം, അവയവ കച്ചവടം വരെ. വക്കീലെ തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചെടുത്തു, അത്രേ ഉള്ളൂ. പക്ഷെ കുഞ്ഞിന്റെ അമ്മയാണെന്ന് നിങ്ങൾ പറഞ്ഞ കക്ഷി അത് നിഷേധിച്ചില്ലേ? പിന്നെന്തീ? നകുലെ അഴിയണമെന്നാണോ വക്കീൽ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. നകുലിന് ജാമ്യം എടുക്കാൻ പറ്റും, പക്ഷേ അതിന് കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തണം. നകുലൻ പറഞ്ഞതുപോലെ കുഞ്ഞ് സീതയുടെ തന്നെ ആണെന്ന് തെളിയണം. ടെസ്റ്റ് നടത്താൻ എത്ര കാശായാലും കുഴപ്പമില്ല, അത് ഞാൻ മുടക്കും. DNA ടെസ്റ്റിന് കാശ് മുടക്കിയതുകൊണ്ടൊന്നും കാര്യമില്ല. കോടതി ഉത്തരവിടണം, എന്നാലേ നടത്തൂ. കോടതിയെ കൊണ്ട് ഉത്തരവിടിക്കണം, അതിനല്ലേ ഞാൻ വക്കീലിന്റെ അടുത്ത് വന്നത്. DNA ടെസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതൊക്കെ എനിക്കറിയാം. കൊച്ചിന്റെ ചോര പരിശോധിച്ച് തന്തയും തള്ളേ ആരാണെന്ന് അറിയുന്ന പരിപാടിയല്ലേ. സാധാരണക്കാർക്ക് ഇത്രേ അറിയൂ. പക്ഷേ ഇത് നടത്തണമെങ്കിലേ കുട്ടിയുടെ മാത്രം ബ്ലഡ് കിട്ടിയാൽ പോരാ, പാരൻസിൻ്റെയും ബ്ലഡ് വേണം. 3 പേരുടെയും രക്തം പരിശോധിച്ചിട്ടാണ് കുട്ടി അവരുടേതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പരിശോധിക്കണം വക്കീലേ, അപ്പൊ തെളിയുമല്ലോ കുഞ്ഞ് സീതയുടെ തന്നെയാണെന്ന്. ഇത്തരമൊരു കേസിൽ കോടതിയിൽ DNA ടെസ്റ്റിന് ആവശ്യപ്പെടേണ്ടത് കുട്ടിയുടെ അച്ഛനമ്മമാരാണ്. അവരതിന് തയ്യാറാവൂ? സ്വന്തം കുഞ്ഞല്ലെന്നല്ലേ സീത പറയുന്നത്? പക്ഷെ തന്തയ്ക്കറിയാമല്ലോ അത് അവന്റെ തന്നെയാണെന്ന്. അവൻ കൊച്ചിനെ വേണമെന്ന് പോലീസുകാരോട് കെഞ്ചി. അത് ഞാൻ വക്കീലിനോട് പറയാൻ മറന്നുപോയി. എങ്കിൽ പിന്നെ പേടിക്കാനില്ല. കോടതിയിൽ അയാൾ തന്നെ DNA ടെസ്റ്റിന് ആവശ്യപ്പെടും. എവിടെ നിന്ന്? കേസ് നടത്താനൊന്നും അവന്റെ നയാ പൈസ ഇല്ല. കാശ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് മതി. ഞാൻ തന്നെ അയാളെ പോയി കണ്ട് ടെസ്റ്റിന് സമ്മതിപ്പിച്ചോളാം. അയാളെ കൊണ്ട് കോർട്ടിൽ പെറ്റീഷനും മൂവ് ചെയ്യിക്കാം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ജാമ്യം കിട്ടത്തുള്ളൂ. DNA ടെസ്റ്റിന് കോടതി ഓർഡർ ഇട്ടാൽ അടുത്ത ദിവസം തന്നെ നമുക്ക് ജാമ്യം എടുക്കാം. അക്കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ പിന്നെ വക്കീല് വയലോരം വീട്ടിൽ പോയി ആ നാറിയോട് സംസാരിക്കും. കാശൊന്നും വേണ്ടാന്ന് പ്രത്യേകം പറയണം. ദരിദ്രവാസിയാ, പണം ചെലവോന്ന് പേടിച്ചേ അവൻ കൊച്ചിന് വേണ്ടാന്ന് വെച്ചുള്ളേ. ശരി, അയാളുടെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും പറ, ഞാൻ പോയി കാണാം. അഡ്രസ് അറിയാനൊന്നുമില്ല. ബാലൻ വയലോരം വീട്, അത്ര തന്നെ. കേരളം മുഴുവൻ ഫേമസാ ആ മഹാൻ. എന്നാ ശരി, അയാളെ പോയി കണ്ടിട്ട് ഞാൻ വിളിക്കാം. അങ്ങനെ ആവട്ടെ വക്കീൽ. നകുലൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വല്ലവന്റെയും കുഞ്ഞ്, അവരുടെ കാര്യമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നു. പക്ഷേ അവൻ ഇറങ്ങി നടന്നതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു ചതി നടന്നത് അറിയാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിലോ? ചതി നടന്നത് അറിഞ്ഞിട്ട് എന്താ നാത്തൂനെ കാര്യം? കൊച്ചു മാറിപ്പോയെന്ന് സീത വിശ്വസിക്കുന്നില്ലല്ലോ. അവള് വിശ്വസിച്ചാലല്ലേ എന്റെ മോൻ കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടാവും. പാവം, ജാമ്യം കിട്ടിക്കാണുമോ എന്തോ. വന്നല്ലോ. എന്തായി വല്യണ്ണ? എന്താവാനാ? നിന്റെ മോക്കൊണ്ട് ജീവിച്ച എന്റെ മോ ഇപ്പൊ കമ്പി എണ്ണുന്നു. 1 മുതൽ 10 വരെ വലത്തോട്ട്, 10 മുതൽ 1 വരെ ഇടത്തോട്ട്. നിനക്ക് നിന്റെ മോക്കും ഇപ്പൊ തൃപ്തിയായല്ലോ. എന്തിനാ വെറുതെ നാത്തൂനോട് ദേഷ്യപ്പെടുന്നത്? ഈ പാവം എന്ത് പഴിച്ചു? ഞാൻ പിന്നെ എന്റെ ദേഷ്യം ആരോട് തീർക്കും? നിന്നെ കുരിച്ചു നിർത്തി ഇടിക്കട്ടെ. വക്കീലിനെ കണ്ടിട്ട് വരിക ഞാൻ. ഒരു DNA ടെസ്റ്റ് നടത്തിയാലേ രക്ഷയുള്ളൂന്ന്. ബാലനും സീതയൊക്കെ വിചാരിച്ചാലേ അതൊക്കെ നടക്കൂ. സീത ഒരു ടെസ്റ്റിനും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വല്യണ്ണ. വക്കീല് ബാലനെ പോയി കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ SIയും കണ്ടിരുന്നു. നകുലിന്റെ ഭാഗത്തെ ന്യായമെന്ന് ഇപ്പോൾ അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബാലനെ കൊണ്ട് DNA ടെസ്റ്റ് ആവശ്യപ്പെടിക്കാമെന്ന് SI സമ്മതിച്ചിട്ടുണ്ട്. അതാ ഒരു ആശ്വാസം. SIക്ക് വിവരമുണ്ട്. നിങ്ങൾ ആ SIയോട് എന്ന് പറ, 2 കൊച്ചുങ്ങളെ നമുക്കിങ്ങനെ നന്നാക്കാൻ. അപ്പൊ സീത ഇങ്ങ് വരും. നമുക്ക് എല്ലാവർക്കും കൂടെ 2 പിള്ളേരെ അങ്ങ് വളർത്താവുന്നേ. നീ എന്നെ ഇന്ന് മേടിക്കും. എങ്ങനെയെങ്കിലും പൊട്ടിയുടെ കൊച്ചിനെ കിട്ടണമെന്നേ ഉള്ളൂ നിനക്ക്. എടിയും മന്ദബുദ്ധി, ആ പെങ്കൊച്ചെ നിന്നെപ്പോലെ തന്നെ വേറൊരു മന്ദബുദ്ധിക്ക് പിറന്നതാ. വളർന്നു വരുമ്പോ അറിയാം അതുപോലെ തന്നെയാണ് ഇതെന്ന്. ആണെങ്കിലും ഞാൻ പൊന്നുപോലെ നോക്കും. നിർത്തടി. സ്വന്തം മോൻ ലോക്കപ്പിൽ കിടക്കുമ്പോഴും അതിലല്ല നിനക്ക് തിണ്ണം. കാശുകാരി കൊച്ചിനെ കിട്ടാഞ്ഞിട്ടാ. എങ്ങനെയെങ്കിലും DNA ടെസ്റ്റിന് വേണ്ടി ബാലനെ കൊണ്ട് പെറ്റീഷൻ കൊടുപ്പിക്കാൻ ഞാൻ നെട്ടോട്ട് ഓടുക. അപ്പോഴാ അവിടെ ഒരു പൊന്ന വർത്താനം. DNA ടെസ്റ്റ് നടത്തിയ സീത തന്നെയാ കുഞ്ഞിന്റെ അമ്മയെന്ന് തെളിയോ വല്യണ്ണ? പിന്നല്ലാതെ. ഈ ടെസ്റ്റ് ഒരു വലിയ സംഭവമാവനത്.
മിക്കവാറും കൊലക്കേസുകളൊക്കെ തെളിയുന്നത് ഈ ടെസ്റ്റ് വഴിയല്ലേ, പിന്നെയാണോ ഇത്? കുഞ്ഞു സ്വന്തമാണെന്ന് തിരിച്ചറിയുമ്പോ സീതയുടെ മനസ്സ് മാറുമായിരിക്കുമല്ലേ? എവിടെ മാറാൻ? അവക്ക് വ്യക്തമായിട്ടറിയാം അവള് പ്രസവിച്ചത് ആൺകുഞ്ഞിനെയാണെന്ന്. എന്നിട്ടാ നമ്മുടെ മുന്നിൽ കിടന്ന് ഡയലോഗ് അടിച്ചത്. അവക്ക് പോലും സ്വത്തുള്ള കൊച്ചിനെ മതി. എന്നാലും ഞാൻ പറഞ്ഞതാ കുറ്റം. ദേ, ഞാൻ വീട്ടിലേക്ക് പോവുക. പെട്ടെന്നങ്ങ് വന്നേക്കണം. അവള് പറയുന്നതിലും കാര്യമുണ്ട്. സ്വത്ത് മോഹിച്ചാണെങ്കിൽ സീത DNA ടെസ്റ്റിന് സമ്മതിക്കൂ? അതാ എന്റെ സംശയം. ജീവിതകാലം മുഴുവൻ നകുലിനകത്ത് കിടക്കുമോ അവന്? വല്യണ്ണ, ശരി. മനസ്സിലുമ്പായി നാട്ടുകാർക്കൊക്കെ ഇപ്പൊ പറയാൻ ഒറ്റ വിശേഷമുള്ളൂ, കുഞ്ഞുമണിയുടെ മുടങ്ങിപ്പോയ ചോറൂണ്. പറഞ്ഞു ചിരിക്കാൻ ഒന്നുകൂടി. നാട്ടുകാർ പുതിയ വിശേഷം ആഘോഷിക്കട്ടെ പിച്ചളെ. നാണക്കേടിന്റെ ഇതിഹാസങ്ങളിലേക്ക് അടുത്ത തലമുറയെ കൂടി വലിച്ചടിച്ചല്ലെന്നുള്ള വിഷമേ ഉള്ളൂ എനിക്ക്. ഇതൊക്കെ വിധിയാണ് ബായി. എന്തായാലും നകുലം ബാലേട്ടന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ബായിക്ക് വയലോരം വീട്ടിലുള്ള വിലക്ക് മാറാനുള്ള വഴി തെളിയുന്നു. സീതപ്പെങ്ങളൊഴിച്ച് എല്ലാവർക്കും വിശ്വാസാ നകുലന്. പോലീസിന്റെ അന്വേഷണത്തിൽ നകുലം പറഞ്ഞ് സത്യമെന്ന് തെളിഞ്ഞ കുട്ടിമണി പെങ്ങളുടെയും ബായുടെയും മോളാണ് കുഞ്ഞുമണിന്ന് സീതയിടത്തേക്ക് മനസ്സിലാവില്ലേ? സീതയിടത്തേക്ക് മനസ്സിലായാലും കുഞ്ഞുമണിയുടെ അമ്മയ്ക്കത് മനസ്സിലാവില്ലല്ലോ. അവൾ എവിടാന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റിയില്ലല്ലോ പിച്ചളെ. ബായ് വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അതിന്റെ സൂചനയാ ബാലേട്ടന്റെ കുഞ്ഞിന്റെ വരവ്. ബായ് നോക്കിയോ, ചോറൂണ് മുടങ്ങിയത് നല്ലതിനു വേണ്ടിയാ. അധികം വൈകാതെ എല്ലാരും ഒത്തുചേർന്നൊരു ചടങ്ങ് നടത്തും. വയലോരം വീട്ടിന്റെ മുറ്റത്ത് വെച്ച് 2 ചോറൂണ് ഒരുമിച്ച് നടക്കും. ബാലേട്ടൻ മോനും മനസ്സ് ജമ്പായി കുഞ്ഞുമണിക്കും ചോറ് കൊടുക്കും. അപ്പോഴേക്കും കുട്ടിമണി പെങ്ങളെയും നമുക്ക് തിരിച്ചു കിട്ടും. ചോറൂണിന് എന്റെ വക സമ്മാനം സദ്യക്കുള്ള പച്ചക്കറിയാണ്. കുട്ടുവിനെ കുറിച്ച് വല്ല വിവരമുണ്ടെന്നറിയാൻ മുംതാസ് മേഡത്തെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ പിച്ചള വന്നത്. രാവിലെ പച്ചക്കറി കൊടുക്കാൻ പോയപ്പോ ഞാൻ മേഡത്തിനെ കണ്ടിരുന്നു. അന്വേഷണത്തിന് പുരോഗതി ഉണ്ടെന്ന മേഡം എന്നോട് പറഞ്ഞു. എന്നാലും ബായി ഒന്ന് വിളിച്ചേക്ക്. പോലീസുകാർക്ക് ഇത് മാത്രമല്ലല്ലോ ജോലി. ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചില്ലെങ്കിൽ അവർ സൗകര്യപൂർവ്വം അങ്ങോട്ട് മറക്കും. ശരി പിച്ചളെ, ഞാൻ വിളിച്ചോളാം. അല്ലെങ്കിൽ പോയി കണ്ടോളാം. ബായിടയിൽ കാശ് വല്ലതുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം പിച്ചളെ. വേണ്ട, ഇത് ഇരിക്കട്ടെ ബായ്. വേണ്ട പിച്ചളെ. വേണം. ബായിയുടെ ആവശ്യം കൂടി നടക്കാൻ വേണ്ടിയാ ഞാൻ ഈ വണ്ടി ഉന്തി നടക്കുന്നത്. അപ്പൊ രാത്രി കാണാൻ ബായ്. ഓക്കെ. വെറും നിലത്ത് ആരോരുമില്ലാതെ അനാഥനായി എന്റെ മോൻ. സ്വന്തം ചോരയെ തള്ളിപ്പറഞ്ഞ് വീറോടെ അവൻ എന്റേതല്ലാന്ന് വാദിച്ച അമ്മ. പരസ്പരം കൊല്ലാനും ചാവാനും തയ്യാറായി കുറെ ബന്ധുക്കൾ. ഇവർക്കിടയിൽ അവനെ ഒന്ന് വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കാൻ പോലും ശേഷിയില്ലാതെ അവന്റെ അച്ഛനായി ഞാൻ. എന്റെ ജീവിതത്തിൽ ഇത്രയും മോശമായ നിമിഷങ്ങൾ വേറെ ഉണ്ടായിട്ടില്ല. വിഷമിക്കാതെ മക്കളെ, ദൈവം എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും. ദൈവമൊക്കെ ഉണ്ടോ അപ്പച്ചമ്മേ? ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ കണ്ണടച്ചുറങ്ങായിരിക്കും. പരീക്ഷണകാലവും ദശാസന്ധിയും ദൈവങ്ങൾക്ക് പോലും ബാധകമാണ് ബാല. പെറ്റമ്മയെയും പിതാവിനെയും പിരിഞ്ഞ് അമ്പാടിക്കണ്ണൻ എത്ര കാലം കഴിയേണ്ടി വന്നു. രാഹുദശയിൽ ശ്രീരാമന് കിട്ടിയത് കാനനവാസമല്ലേ? നമ്മുടെ കുഞ്ഞ് ഇപ്പോഴടുത്തുണ്ടല്ലോ. അത്രയും സമാധാനിക്കും. ശിശുമന്ദിരത്തിൽ അവനെ നോക്കാൻ ആരാ അപ്പച്ചിയപ്പോ ഉള്ളത്? അവനാരെങ്കിലും പാല് കൊടുക്കുവോ?
കുറുക്ക് കൊടുക്കുവോ? അവന് അവന് വിശക്കില്ലേ? വിശന്ന കരയില്ലേ? അങ്ങനെ ചിന്തിച്ചാൽ ഒക്കെ ശരിയാ. പക്ഷേ ബാലാരിഷ്ടത കഴിയാറായി. അതുകൊണ്ടാ അവൻ നമ്മുടെ മുമ്പിലെത്തിയത്. നേരാ മക്കളെ, പോലീസുകാർ നകുലം പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിക്കുമല്ലോ. അപ്പ തെളിയും അവൻ നിന്റെ സീതയുടെ മോനാണെന്ന്. അവരവനെ ഇവിടെ കൊണ്ടുവന്ന് തരും. അപ്പച്ചമ്മയ്ക്ക് ഉറപ്പാ. നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്. ആ കുഞ്ഞിനെ അല്ല ഞാൻ പ്രസവിച്ചത്. എല്ലാവരും കൂടി നുണ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കല്ലേ. മിണ്ടരുത്. നീ ഒറ്റ കാരണമാ ഇങ്ങനെയൊക്കെ നടന്നത്. നിന്റെ മകനാണ് അവനെന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അന്വേഷണം കഴിയുന്നവരെ പോലീസുകാർ അവനിവിടെ നിർത്തിയാനെ. ഞാൻ എന്തിനാ അങ്ങനെ പറയണം? ആരാന്റെ കുഞ്ഞിനെ ഇവിടെ പിടിച്ചു വെച്ച അതിന്റെ ദോഷം എന്റെ മോൾക്കും ഈ കുടുംബത്തിനും അല്ലേ? ആരാന്റെ കുഞ്ഞോ? ഇനി ആ വാക്കുപയോഗിച്ച ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. എത്ര വയ്യായികയാണെങ്കിൽ ഞാൻ കണക്കാക്കുന്നില്ല. ബാലേട്ടൻ വെറുതെ ദേഷ്യപ്പെടല്ലേ. അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് നകുലേട്ടൻ തട്ടിപ്പറിച്ചെടുത്തത് ആ കുഞ്ഞിനെ. അവരുടെ വിഷമം കൂടി ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പോ ഞാൻ അനുഭവിക്കുന്ന വിഷമോ? അതിനെക്കുറിച്ച് നിനക്ക് വേവലാതി ഇല്ലേ? ഇല്ല. ബാലേട്ടന്റെ വിഷമം വെറും തെറ്റിദ്ധാരണയുടെ പുറത്താ. നകുലേട്ടൻ വന്നൊരു കുഞ്ഞിനെ കാണിച്ചപ്പോ അവനെ സ്വന്തമാണെന്ന് കരുതിയതിന്റെ പേരിൽ പോലീസിന്റെ അന്വേഷണം കഴിയുമ്പോ ബാലേട്ടന് മനസ്സിലാവും നകുലേട്ടൻ പറഞ്ഞത് കളവായിരുന്നു എന്ന്. അതോടെ ഇപ്പോഴത്തെ വിഷമമൊക്കെ മാറും. കൂടുതൽ സംസാരിച്ച് വഷളാക്കണ്ട. മോക്ക് കുറുക്ക് കൊടുത്തോ സീത? നല്ല ദിവസം നോക്കി ചോറൂണ് നിശ്ചയിച്ചതാ. അതിങ്ങനെയായി. നീ വാ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. എന്തായാലും രവി വരട്ടെ. പോലീസ് സ്റ്റേഷനിൽ കയറി വിവരം അന്വേഷിക്കാന്നല്ലേ അവൻ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറി ഇറങ്ങാൻ അവന് സമയമില്ലല്ലോ അപ്പച്ചേപ്പ. 2 ദിവസത്തിനകം അവന് ബാംഗ്ലൂർക്ക് പോകണ്ടേ? ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടേ വരുള്ളൂ എന്ന് തമ്പി സാറിനെ വിളിച്ച് പറയാം. സാറ് സമ്മതിക്കുമോ? അത് വേണ്ട അപ്പച്ചേപ്പ. അവന്റെ ഭാവി കൂടി നമുക്ക് നോക്കണ്ടേ? പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ നിന്ന അതിനേ സമയമുണ്ടാവും. ജീവിതം ചോർന്നു പോകുന്നു അറിയില്ല. ഇത് തന്നെയല്ലേ വയലോരം വീട്? അതെ. മിസ്റ്റർ ബാലനില്ലേ? ഉണ്ട്. ഞാനാ ബാലൻ. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ. സാർ ഇരിക്കും. നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്താ സാറേ? നകുലന്റെ അച്ഛൻ രാഘവനാണ് എന്നോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ എനിക്കറിയാം. എന്നാലും ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഒരു ദൂതന്റെ റോളാണ് എനിക്ക്. പൂക്കോടിയുടെ ദൂതനെ പുറംകാലം കൊണ്ട് ചവിട്ടി നടതള്ളുകയാണ് വേണ്ടത്. ഞങ്ങൾ വയലോരം വീട്ടുകാർക്ക് ആരെ ഉപദ്രവിക്കാനും അപമാനിക്കാനും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാറും. ഞാൻ നിങ്ങളുടെ രക്ഷകനാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും.